MLA ആയിട്ട് തുടരുകയാണല്ലോ. അപ്പൊ ഇടതുപക്ഷ പിന്തുണയോട് കൂടിയാണ് താങ്കൾ MLA ആയത്. ഇനിയും താങ്കൾ അതിന് യോഗ്യമല്ലാതെ ഇടതുപക്ഷ LDF മുന്നണി പറയുകയാണെങ്കിൽ എന്തായിരിക്കും താങ്കളുടെ മറുപടി? ഞാൻ നടുപക്ഷത്ത് ഇവിടെ ലെഫ്റ്റ് ആണ്, ഇവിടെ റൈറ്റ് ആണ്. MLA ആയിട്ട് തന്നെ ഞാൻ നടുവിലൊരു സീറ്റ് ഉണ്ട്, അവിടെ ഇരിക്കും. പക്ഷെ അവരുടെ പിന്തുണയോടെ കൂടിയല്ലേ MLA ആയത്? അതൊന്നും വേണ്ട. അവിടെ സെൻട്രൽ സീറ്റായി ഞാൻ സ്പീക്കറോട് പറയുന്നത് അടുത്ത സീറ്റ് തരാണ്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. നടുവ് എപ്പോഴും ജനങ്ങൾ അവിടെ ഉണ്ടാവും. പാർട്ടി MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടാൽ രാജിവെക്കുമോ? അല്ല, അതൊന്നും ഇപ്പൊ നടക്കുന്ന കാര്യമല്ല. ഈസി ക്വസ്റ്റ്യൻ. അതെ, പബ്ലിക് മീറ്റിംഗ് നമ്മളിപ്പോ തീരുമാനത്തിലെത്താണല്ലോ. കാരണം അവിടുന്ന് ഏതായാലും പുറത്താക്കി, ഇവിടെ എവിടെ എത്തിയിട്ടില്ല. മലപ്പുറത്ത് ഏതോ വലിഞ്ഞു കയറി വന്ന കോൺഗ്രസ്സുകാരനാണ്. അപ്പൊ ആ സംസ്കാരം ഒരിക്കൽ ഏതായാലും വേണ്ട. ലീഗ് ഏതായാലും എടുക്കില്ല, മനസ്സിലായില്ലേ? കോൺഗ്രസ് അങ്ങോട്ട് അടിക്കില്ല. BJPക്ക് നമുക്ക് പോകാനും പറ്റില്ല. അപ്പൊ എന്താ ചെയ്യാ? അപ്പൊ എന്തെങ്കിലും ഒരു വഴി കാണും. അല്ല, രാഹുൽ ഗാന്ധിയുടെ അന്നും ഞാൻ പറഞ്ഞതാണ്, അത് വക്രീകരിച്ചതാണ്. ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന, ഒരു മിനിറ്റ്, ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന മഹാവ്യക്തി കിടന്നുറങ്ങിയ വീടാണ് എൻ്റെ വീട്, മനസ്സിലായോ? അപ്പം ഞാൻ അന്ന് പറഞ്ഞത് പൊളിറ്റിക്കൽ DNA, അതിനാ ബയോളജിക്കൽ DNA എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വോട്ട് പിടിക്കാൻ കോൺഗ്രസ്സുകാർ നടത്തിയ ഒരു എന്താ ശ്രമമാണ്. ഞാൻ പിറ്റേ ദിവസം തന്നെ അത് ക്ലിയർ ചെയ്തു. കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല, ചെയ്യുന്നില്ല ED എന്നാണ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞത്. അപ്പം ഇവിടെ അന്ന് ഇന്ത്യ മുന്നണി BJPക്കെതിരെ നടത്തുന്ന ഏറ്റവും വലിയ പ്രചരണം ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷി നേതാക്കളെയും മുഖ്യമന്ത്രിമാരെയും അനാവശ്യമായി DD അറസ്റ്റ് ചെയ്യുന്നു. അത് നമ്മുടെ ഇലക്ഷനിലെ ഏറ്റവും വലിയൊരു പ്രചരണമായതായിരുന്നു. ആ സമയത്താണ് ഈ സാധു ഇവിടെ വന്നപ്പോൾ ഇയാളെ പറഞ്ഞ് പറ്റിച്ചാണ്. അപ്പോൾ ഈ പറഞ്ഞത് എനിക്കന്തല്ലാതെ ഞാൻ പലതും പറയുന്നുണ്ടല്ലോ, എന്നിട്ട് ഞാൻ നിങ്ങളോട് ക്ലിയർ ചെയ്യുക. അപ്പോൾ സ്റ്റേജിൽ കയറുമ്പോൾ ഇവിടെ 4 വോട്ട് കിട്ടണം. ആ കൂട്ടത്തിലോ ചെവി പറഞ്ഞെടുത്താണ്. അല്ലെങ്കിൽ അദ്ദേഹം ചോദിക്കുമോ എന്താണ് കേരളത്തിലെ മുഖ്യമന്ത്രിനെ അറസ്റ്റ് ചെയ്യാത്തത്? ഒരിക്കലും ചോദിക്കില്ല. അദ്ദേഹം സുബോധത്തോടു കൂടി നല്ല മനസ്സോടു കൂടിയാണ്, ഓർമ്മയോട് കൂടിയായിരിക്കുകയാണെങ്കിൽ അദ്ദേഹം ചോദിക്കാൻ വിശ്വസിക്കുന്നത് തന്നെ. അപ്പോൾ പിന്നെ അതിന് മറുപടി അറിയണ്ടേ? അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ DNA പരിശോധിക്കണം. അത്രേ ഉണ്ടായിട്ടുള്ളൂ. എന്നെ സംബന്ധിച്ച് രാഹുൽ കുടുംബം, ഇന്ദിരാജി, രാജീവ് ഗാന്ധി, ഇതെല്ലാം അന്നും ഇന്നും നമ്മൾ ബഹുമാനത്തോടെ ശ്രേഷ്ഠ നോക്കുന്നതാണ്. രാഹുൽ ഗാന്ധി മരിക്കുന്നതിന് 15 ദിവസം മഞ്ചേരിയാണ് വന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് ഹെലികോപ്റ്റർ ഇറങ്ങുമോ കരുണാകരനും AK ആന്റണി അവിടെ നിൽക്കുന്നുണ്ട്. അവർ രാഹുൽ ഗാന്ധിനെ കാറ് കയറ്റാൻ. രാജീവ് ഗാന്ധി 91 മരിക്കുന്നതിന് 14 ദിവസം മുമ്പ്. കേരളത്തിലെ ഏറ്റവും വലിയ നേതാക്കന്മാരാ. വാപ്പ കാറുമായിട്ട് ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി വന്ന് കയറിയത് വാപ്പാന്റെ കൂടെയാണ്, രാജീവ് ഗാന്ധി കയറിയത്. എന്നിട്ട് അന്ന് സതീശൻ എന്ന് പറഞ്ഞ ഡ്രൈവറായിരുന്നു. അത് കഴിഞ്ഞ് 11 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സാധു മരിക്കുന്നത്. ഈ സതീശന് ഭ്രാന്തായി. അറിയാം നിങ്ങൾക്ക്, അവന് ചികിത്സിക്കേണ്ടി വന്നു. കാരണം രാജീവ്ജി കയറിയത് ഫ്രണ്ട് സീറ്റിലാണ്. എന്നിട്ട് ഇവന് ഷെയ്ക്കാൻ്റെ അടുത്ത് അവനെ തൊട്ടി ഒന്ന് തലോടി. അന്ന് ചെറിയ പയ്യനാ, 20-22 വയസ്സാണ് സതീശന്. അവന് മാനസികമായി പ്രശ്നമായി. 2-3 മാസം അവനെ ട്രീറ്റ്മെന്റ് ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ കുടുംബമാണ്. അപ്പൊ ആ കുടുംബത്തിന്റെ മേന്മ പറയാൻ ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് ജയ് എന്ന് പറഞ്ഞേക്കാളും മേന്മല്ലോനും അതിന് പാരമ്പര്യമുള്ളവനാണ്. പക്ഷെ രാഷ്ട്രീയ നിലപാടിൽ കോൺഗ്രസിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങളിൽ വ്യതിചലനം വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സെക്യുലർ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വന്നു. ആ സെക്യുലർ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായിട്ടും ചില നേതാക്കന്മാർ ആ സെക്യുലറിസം മുഴുവൻ കൈവിട്ട് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് RSSനും BJPക്കും അടിയറ വെക്കുന്ന നിലപാടിലേക്ക് പോകുമ്പോൾ EV അൻവർ അതിലുണ്ടാവില്ല. അത്രേ ഉള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ. ഭയങ്കര ആ കുടുംബത്തിന് അങ്ങനെയല്ലേ? നമ്മളെ പാരമ്പര്യം ഏതാണ്?